മാരഡോണയ്ക്ക് ജീവിതകാലം മുഴുവൻ ദേഷ്യമായിരുന്നു മെനോട്ടിയുടെ ആ ടീമിൽ. 78 അവിടെ അർജന്റീനയിൽ നടന്ന ലോകകപ്പിൽ സ്ക്വാഡിൽ എടുത്തില്ല. ചെറുപ്പമാണ്, എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരല്ല, മാരഡോണ ഇല്ലാതെ തന്നെ നല്ല ടീമായിരുന്നു, ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് കാരണം പക്ഷെ പെലെ പോലെ 17 വയസ്സിൽ ജയിക്കാൻ പറ്റിയില്ല. പെലേക്ക് അത് ചെയ്യാൻ പറ്റി. പെലേക്കുള്ള ഗുണം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ടീമിൽ വളരെ അനുഭവമുള്ള കളിക്കാർ, ദീദി, സഗാലോ, ഗരിഞ്ച കുറച്ചും കൂടി 4 വയസ്സ് മൂത്തതായിരുന്നു. ഇവരൊക്കെ ഉള്ളൊരു ടീമിൽ പെലേക്ക് പ്രഷർ ഇല്ലാതെ കളിക്കാൻ പറ്റി. പെലെ 1991 ഈ യൂത്ത് വേൾഡ് കപ്പ്, അണ്ടർ-17 വേൾഡ് കപ്പ് കണ്ടിട്ട് പറഞ്ഞു, ഈ പയ്യൻ എൻ്റെ നല്ല കളിക്കാരനാവുന്നു. അത് ഗാനയുടെ നീൽ ആംപ്റ്റി എന്ന് പറഞ്ഞൊരു കളിക്കാരനായിരുന്നു. ആ അണ്ടർ-17 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയത്. അതിൽ കളിച്ച കളിക്കാരായ ആരൊക്കെ? അലസാൻഡ്രോ ഡെൽ പിയറോ, ഇറ്റലിക്ക് കുറെ കാലം കളിച്ച, ഹുവാൻ വെറോൺ അർജന്റീനയുടെ തന്നെ മാർസെലോ ഗയാർഡോ, ഇവരൊക്കെ കളിച്ച ലോകകപ്പിൽ ഇവനായിരുന്നു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്, ഈ നീൽ ആംപ്റ്റി. 17 വയസ്സിൽ പെലെ പറഞ്ഞു എൻ്റെ നല്ല കളിക്കാരനാണ്. അവൻ 16 ക്ലബിന് കളിച്ചു, എവിടെ എത്തിയില്ല. കുറച്ച് ഏറ്റവും വലിയ 2 ക്ലബുകൾ ആൻഡർലെക്റ്റ് ബെൽജിയം, പിന്നെ ആസ്റ്റൺ വില്ല. അത് കഴിഞ്ഞിട്ട് ഓരോ രാജ്യം, ടർക്കി, ചൈന, അർജന്റീന, കുറേ സ്ഥലത്ത് പോയി കളിച്ചു നോക്കി, എവിടെയും ശരിയായില്ല. അപ്പൊ അതാണ് നമുക്ക് 17 വയസ്സിലൊരു അല്ലെങ്കിൽ 15 വയസ്സിലൊരു കളിക്കാരനെ കണ്ട് ഇവൻ അടുത്ത പെലെ ആവും അല്ലെങ്കിൽ അടുത്ത സച്ചിൻ ആവും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല.